റിയൽ അക്കൗണ്ടിന്റെ റൂൾ പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, വിച്ച് മീൻസ് ബിസിനസ്സിനകത്തേക്ക് വരുന്നതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ബിസിനസ്സിൽ നിന്ന് പുറത്തു പോകുന്നതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ക്യാഷ്. ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളിതിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് 2 അക്കൗണ്ട്സ് ആണ്. സോ ഇവിടെ ഫർണിച്ചറും ക്യാഷും ആണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ പർച്ചേസ്ഡ് എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിന് എടുക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എടുക്കുന്നത്. അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ അസറ്റ് അക്കൗണ്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ഫർണിച്ചർ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ആണ് വരുന്നത്. ഡെബിറ്റ് ചെയ്യേണ്ടത് വാട്ട് കംസ് ഇൻ ആണ്. നമ്മുടെ ബിസിനസ്സിനകത്തേക്ക് വരുന്നത് ഫർണിച്ചർ ആയതുകൊണ്ട് തന്നെ ഫർണിച്ചറിനെയാണ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത് വാട്ട് ഗോസ് ഔട്ട്. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ക്യാഷ് ആണ്, നമ്മുടെ അസറ്റാണ് പുറത്തേക്ക് പോകുന്നത്. സോ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി കംസ് ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് വരുന്നത്.